Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന മൈദപ്പൊടിൻ്റെ പാക്കറ്റ്, അത് അതിൽ 1/2 കിലോ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 3 കപ്പ് മൈദയാണ് 1/2 കിലോ മൈദ വരുന്നുള്ളത്. അതിലേക്ക് ജീരകയില ക്യുമിൻ സീഡ് അതാണ് 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ചേർക്കാറുള്ളത്. അയമോദകം അജ്വേനിലെ അതാണ്, അതൊരു 1 ടീസ്പൂണിന് മേലെയായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ചുക്കപ്പ് ഉണ്ടാക്കുന്നില്ലേ, ആ ചുക്കപ്പത്തിൻ്റെ വേറൊരു ടൈപ്പ് ഒരു അപ്പമാണ് കേട്ടോ ഇത്. പൈസപ്പത്തൽ എന്നൊക്കെ പറയുന്ന അതുപോലത്തെ ഇതൊരു 1/2 കപ്പ് ഓയിൽ കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഫുള്ള് മിക്സാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചെറിയ ചെറിയ പൈസപ്പത്തിലാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൈസപ്പത്തൽ എന്ന് പറയുമ്പോൾ പച്ചരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. നമ്മളുടെ കജൂറൊക്കെ ഉണ്ടാകുന്നില്ലേ 6 നമ്പർ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും. അതിനൊക്കെ മേലെയാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കാട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ അപ്പത്തിനുള്ളത്. അപ്പോൾ ഈ പെരുന്നാളിന് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കപ്പേ. ഒന്നതാ നല്ല പോലെ തെളുപ്പായിട്ട് തന്നെ പരത്തണം. എന്നിട്ട് നമ്മളുടെ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടാവില്ലേ, കുപ്പീൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് മൊത്തത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് കുക്കീസ് കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് മുഴുവനായിട്ടും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള ഇതുപോലത്തെ പാർട്സൊക്കെ അതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിനെ ഉരുളകളാക്കി വേറെ വെക്കാം. അത് നമുക്ക് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം. ഇതൊരു 3-4 ആക്കിയിട്ട് ഒരു അട്ടിക്കാക്കിയിട്ടും ഞാൻ ചെയ്യുന്നുണ്ട്. സിംഗിൾ വെറും പൈസപ്പത്തിൽ മാത്രമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഓരോന്നിനും എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒന്നിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത്. അങ്ങനെ ഇത് 4 ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമതും പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 ഇപ്പോൾ കുഞ്ഞിപ്പത്തിരിയും ഞാൻ വീണ്ടും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഞാൻ കുറച്ച് മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് നമ്മളങ്ങനെ മൂടി അടുപ്പിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിന് തന്നെ അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അട്ടി ആക്കിയിട്ട് വെച്ചിട്ട് നല്ല ഡിസൈൻ പോലെ ഒരു ഫ്ലവർ പോലെയൊക്കെ ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ചേലിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിയാണ് കേട്ടോ. നടുവിലേക്ക് ഇങ്ങനെ വെള്ളം ഉറ്റിച്ച് കൊടുത്തിട്ടായിട്ട് മിഡിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മറ്റേതിലേക്ക് ഇങ്ങനെ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. മൈദ മാവ് വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന് പകരം വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സ്പൂണോ കത്തി എന്തെങ്കിലും വെച്ചിട്ട് നടുവിൽ ഇങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ മറ്റേതൊക്കെ ഞാൻ മറ്റേ റോളറിൽ പരത്താത്ത കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്കിവിടെ ഞാൻ ഒരു ബാച്ചിലുണ്ടാക്കിയ ഇത്രയും ഞാൻ ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ ബാച്ചിലുള്ളത് മുഴുവനും ഞാൻ ഇങ്ങനെ ഒന്നും ആക്കാതെയാണ് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പണി എളുപ്പം, സമയവും ലാഭം. എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും ഒരേ ടേസ്റ്റ് തന്നെ, പക്ഷേ കാണുമ്പോൾ ഒരു ചേലിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഞമ്മ കാസർഗോട്ടാർ പുതിയ അപ്പം കാണുമ്പോൾ അതൊന്ന് പരീക്ഷിച്ചിട്ട് നോക്കൂലേ, അതങ്ങനെ
പരീക്ഷിക്കുന്നവർക്ക് ഫസ്റ്റ് മടി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളും ഇങ്ങനെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാത്ത ഇരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ 4 പരത്തിയിലായിട്ട് ആദ്യമേ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓർബ ഇത് കുറേ പണിയുണ്ടല്ലോ എന്ന്. അപ്പോൾ അല്ലാതെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത പാട് ഓയിലേക്ക് ഇട്ടെടുത്താൽ മതിയില്ലേ. എന്താ ഓരോ സൈഡിലും നല്ല പോലെ ബോളായിട്ട് തന്നെ അത് പരത്തിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് എണ്ണയിൽ ഇട്ടെടുത്ത പാട്. ബാക്കിയുള്ളതെല്ലാം കണ്ടില്ലേ, ഞാനിങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ടെടുത്തതാണ്. അപ്പോൾ അതും നമ്മൾ മറ്റേ പാനിപ്പൂരിന് പൂരിയില്ലേ അതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നവ. ഇത് ഞാൻ പിന്നെ 3-4 ഒന്നിച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ മേലേക്ക് ഓയിലാണ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഓയിലിന് പകരം നമുക്ക് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്ന്. അതിന് മേലേക്ക് ഞാൻ മൈദപ്പൊടിയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്നിച്ചിട്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ 3 വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അട്ടിയായിട്ട് വരുന്നുണ്ട്. എളുപ്പത്തിലായിട്ട് ഒരേ കട്ടിൽ തന്നെ 3 പൈസ പത്തിൽ കിട്ടുമല്ലേ, അതിൻ്റെ ഒരു ഐഡിയക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പോയാലും എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഈ പെരുന്നാൾക്ക് എന്തായാലും ഈ ചുക്കപ്പം പോലത്തെ ഈ പൈസപ്പത്തിലും നിങ്ങളും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ അയമോദകം എന്തായാലും ഒഴിവാക്കാത്ത ഇടാൻ പറ്റുവാണെങ്കിൽ ഇടുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒരു ടേസ്റ്റിൽ ഇത് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മളുടെ മാമാർ ഉപ്പപ്പന്മാരെല്ലാം ഉണ്ടെങ്കിൽ അവരൊക്കെ ഇഷ്ടത്തോടെ കഴിക്കും. മെയിൻ ഇതിൽ ഷുഗറില്ല, അതാണ് മെയിൻ. പിന്നെ നമുക്ക് കജൂറൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇഷ്ടപ്പെടും. കാരഗഡി കജൂറൊക്കെ ഉണ്ടാകുന്നില്ലേ, അതിനായിട്ടും നല്ല ടേസ്റ്റ്. ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് തന്നെ പല്ലില്ലാത്തവർക്ക് വേണമെങ്കിലും കഴിക്കാം. അത്രയും കറുമുറും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നില്ലേ, ആ ടൈപ്പിലുള്ള ഒരു ടേസ്റ്റാണ്. അച്ചപ്പോലെ പൊടിഞ്ഞു പോകില്ലേ, അപ്പോൾ അതുപോലെയാണ് ഇത് പൊടിഞ്ഞു പോകുന്നുള്ളത്. അപ്പം ഇതാ 2 സൈഡും നമ്മൾ മുരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. നമുക്കിതിനെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. ഇത് അത്രയൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ കജൂറിൻ്റെ ടൈപ്പിലാക്കിയിട്ട് ഡയമണ്ട് കട്ടാക്കിയിട്ടും അതിനെ മുറിച്ചെടുത്തിട്ടുണ്ടാവാൻ. നമുക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നുള്ളത് ആ ഷേപ്പിലാക്കിയിട്ട് നമ്മൾക്ക് തന്നെയല്ലേ, അപ്പോൾ ആ ഷേപ്പിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് ഇന്ന് തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോ. ഈ പെരുന്നാളിന് ഒരു വെറൈറ്റി കൂടി ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. 1/2 കിലോ മൈദ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, 3 കപ്പ്. അപ്പോൾ 1 കപ്പ് ആദ്യം നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ 1 കപ്പ് മൈദ വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് നോക്ക്. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. എല്ലാ പെരുന്നാളിൻ്റെ അപ്പങ്ങളുടെയും മെഷർമെൻറ്റ് ഞാൻ ഇൻഗ്രീഡിയൻസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പെരുന്നാൾ അപ്പത്തിൻ്റെ റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.